PSC വോയിസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് പോയിൻ്റാണ്. ഒരുപാട് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരം കേരളവും. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഒരു പുരസ്കാരമാണ്. ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ഏറ്റവും മികച്ച പ്രകടനത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് കേരളമാണ്. ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിലെ മികച്ച പ്രകടനത്തിനുള്ള പുരസ്കാരം. ഒരു പുരസ്കാരം കൂടിയുണ്ട്. സ്വകാര്യ മേഖലയിൽ ദേശീയ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടത്തിയതിന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പുരസ്കാരവും കേരളത്തിനാണ്. അപ്പോൾ രണ്ട് പുരസ്കാരങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ്? ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിലെ മികച്ച പ്രകടനത്തിന് പുരസ്കാരം കിട്ടി. ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പുരസ്കാരം കേരളത്തിന് കിട്ടി. രണ്ട് പുരസ്കാരം. അടുത്തത്, സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് ലൈസൻസ് നിർബന്ധമാക്കിയ സംസ്ഥാനവും കേരളമാണ്. ഒന്നും കൂടെ പറയാം. രണ്ട് പുരസ്കാരം. ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിലെ മികച്ച പ്രകടനത്തിനും ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കും കേരളത്തിന് പുരസ്കാരമുണ്ട്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കിയ സംസ്ഥാനവും കേരളമാണ്. വനത്തിനുള്ളിൽ വെച്ച് തേനീച്ച കടന്നൽ എന്നിവ ആക്രമണത്താൽ ജീവഹാനി സംഭവിച്ചാൽ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുന്ന സംസ്ഥാനവും കേരളമാണ്. തേനീച്ചയോ കടന്നലോ ഒക്കെ കടിച്ച് ജീവഹാനി സംഭവിച്ചാൽ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം. ഏഷ്യ പസഫിക്കിലെയും യൂറോപ്പിലെയും സർവകലാശാലകളുമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സഹകരണത്തിനൊരുങ്ങുന്ന സംസ്ഥാനവും കേരളമാണ്. ഏഷ്യ പസഫിക്കിലെയും യൂറോപ്പിലെയൊക്കെ യൂണിവേഴ്സിറ്റികളും ഒക്കെ ആയിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സഹകരണത്തിനൊരുങ്ങുന്ന സംസ്ഥാനവും കേരളമാണ്. എന്തൊക്കെ പഠിച്ചു? രണ്ട് പുരസ്കാരം പഠിച്ചു. ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിലെ മികച്ച പ്രകടനത്തിനും ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കും രണ്ട് പുരസ്കാരം കിട്ടി. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് ലൈസൻസ് നിർബന്ധമാക്കി. ഇനി തേനീച്ചയോ കടന്നലോ ഒക്കെ കുത്തി ജീവഹാനി സംഭവിച്ചാൽ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ തീരുമാനിച്ചു. പിന്നെ ഇപ്പം എന്താ പറഞ്ഞേ? ഏഷ്യ പസഫിക്കിലെയും യൂറോപ്പിലെയും സർവകലാശാലകളുമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സഹകരണത്തിനൊരുങ്ങുന്ന സംസ്ഥാനവും കേരളമാണ്. ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം. ഇതിന് പ്രത്യേകിച്ച് ഡൗട്ടൊന്നും തോന്നേണ്ട കാര്യമൊന്നുമില്ല. ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഏറ്റവും മുൻപിലുള്ള സംസ്ഥാനവും കേരളമാണ്. രാജ്യത്താദ്യമായി ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനം കേരളമാണ്. എന്താണ് ഈ ആന്റിബയോഗ്രാം എന്ന് പറഞ്ഞാൽ? ഈ ബാക്ടീരിയൽ രോഗകാരികളെക്കുറിച്ചും അതിനെ ചികിത്സിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ആന്റിബയോട്ടിക്സുകളെ കുറിച്ചൊക്കെ ഉള്ള ഒരു വിവരണത്തിന്റെ ശേഖരണത്തെയാണ് ആന്റിബയോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യത്ത് ആദ്യമായിട്ട് ഒരു ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനവും കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം കേരളമാണ്. ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്നത് കേരളമാണ്. പിന്നെന്താ? ഏഷ്യ പസഫിക് യൂറോപ്പ് സർവകലാശാലകളൊക്കെ ആയിട്ട് സഹകരണത്തിൽ പോകാൻ തീരുമാനിച്ച സംസ്ഥാനവും കേരളമാണ് അല്ലേ? അടുത്തത്, ആദ്യ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം. പരിസ്ഥിതി ബജറ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ച സംസ്ഥാനം കേരളമാണ്. രാജ്യത്ത് ആദ്യമായി കായിക താരങ്ങൾക്ക് ഇ സർട്ടിഫിക്കറ്റ് നടപ്പാക്കിയ സംസ്ഥാനം. കായിക താരങ്ങൾക്ക് ഇ സർട്ടിഫിക്കറ്റ് നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണ്. അപ്പൊ ലാസ്റ്റ് പറഞ്ഞ പോയിന്റുകൾ എന്തൊക്കെയാ? ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനം, ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് കൊടുക്കാൻ തീരുമാനിച്ച സംസ്ഥാനം, ആദ്യ പരിസ്ഥിതി ബജറ്റ് അല്ലെ, പരിസ്ഥിതി ബജറ്റ് ആദ്യമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചതും നടത്താൻ തീരുമാനിച്ചതും കേരളമാണ്. കായിക താരങ്ങൾക്ക് ഇ സർട്ടിഫിക്കറ്റ് നടപ്പാക്കിയ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന സർക്കാർ OTT പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനം. OTT, ഓവർ ദ ടോപ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. OTTയുടെ ഫുൾ ഫോം ഓവർ ദ ടോപ്പ്. അപ്പം ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ OTT പ്ലാറ്റ്ഫോം ആരംഭിച്ചു. നമ്മുടെ OTT പ്ലാറ്റ്ഫോമിന്റെ പേര് സീ സ്പേസ് എന്നാണ്. സീ സ്പേസ്. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം. മനുഷ്യ വന്യജീവി സംഘർഷം അതൊരു പ്രത്യേക ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനവും കേരളമാണ്. പൗരത്വ നിയമത്തിലെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരള നിയമസഭയാണ്. ഇന്ത്യയിൽ ആദ്യമായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം. കോഡ് ഗ്രേ പ്രോട്ടോകോൾ. കോഡ് ഗ്രേ എന്ന് പറയുന്നത് ഈ ആശുപത്രികളിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങളൊക്കെ തടയാൻ വേണ്ടിയാണ് കേട്ടോ. ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. കൊല്ലത്തെ ഡോക്ടർ വന്ദനയുടെ നേരെയുണ്ടായ ആക്രമണമൊക്കെ നമുക്കറിയാം അല്ലേ? അപ്പം അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ആശുപത്രി അതിക്രമങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ് ഈ കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കുന്നത്. അപ്പം ഇന്ത്യയിൽ ആദ്യമായി ഒരു കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനവും കേരളമാണ്.
അപ്പോൾ കേരളത്തെക്കുറിച്ച് ഒരുപാട് പോയിന്റുകൾ പഠിച്ചല്ലേ. എന്തൊക്കെയാണ് നമുക്കൊന്ന് വേഗം ഒന്ന് ഓർത്ത് നോക്കിയാലോ. ആ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. എല്ലാത്തിൻ്റെ ഉത്തരം കേരളമാണ് കേട്ടോ. 2 പുരസ്കാരം നമ്മൾ ആദ്യമേ പഠിച്ചു. ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിലെ മികച്ച പ്രകടനത്തിന്, ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം, 2ഉം കേരളത്തിനാണ്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി അതിന് ലൈസൻസ് നിർബന്ധമാക്കി. പിന്നെ തേനീച്ചയോ കടന്നലോ ഒക്കെ കുത്തി ജീവഹാനി സംഭവിച്ചാൽ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ തീരുമാനിച്ചു. ഏഷ്യ പസഫിക് യൂറോപ്പ് സർവകലാശാലകളുമായി സഹകരണം. പിന്നെന്തായിരുന്നു? ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ മുൻപിൽ നിൽക്കുന്നത് കേരളമാണ്. നമ്മൾ ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കി. ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് നൽകാൻ തീരുമാനിച്ചു. ആദ്യ എന്ത് ബജറ്റായിരുന്നു? പരിസ്ഥിതി ബജറ്റ്. പിന്നെ കായിക താരങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്ന ആദ്യ സംസ്ഥാനം. നമ്മുടെ സർക്കാരാണ് ആദ്യമായിട്ടൊരു OTT പ്ലാറ്റ്ഫോം പുറത്തിറക്കുന്നത്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ OTT പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താ? സീ സ്പേസ് എന്നാണ് അല്ലേ. പിന്നെ മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. പൗരത്വ നിയമത്തിലെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരള നിയമസഭയാണ്. ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞത് കോഡ് ഗ്രേ പ്രോട്ടോകോൾ. കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഒരിക്കലും മറക്കില്ല. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉത്തരം കേരളമാണ്. അപ്പോൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്